ഇപ്പൊ കുറച്ച് നാളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ചർച്ചയാക്കപ്പെടുന്ന ഒരു കേസാണ് നമ്മുടെ തൊപ്പി ഷമീർ ഇവരെയൊക്കെ ബന്ധപ്പെട്ട് വരുന്ന MRZ ഗ്യാങ് ബന്ധപ്പെട്ട് വരുന്ന കുറെ ഡ്രഗ് ഇഷ്യൂ അല്ലെങ്കിൽ MDMA യൂസേജ്, ഈ പറയുന്ന സെക്ഷൽ ഹറാസ്മെന്റ്, ഇത്തരത്തിലുള്ള കേസുകളൊക്കെ ഒത്തിരി വരുന്നുണ്ട്. അപ്പോൾ ഇതിന് ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് ഈ പറയുന്ന ഷമീർ താൻ ഈ പറയുന്ന ഡ്രഗ്സ് യൂസ് ചെയ്യാറില്ല, MDMA യൂസ് ചെയ്യാറില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ണി കണ്ട ലാബ് മൊത്തം കയറി ഇറങ്ങിക്കൊണ്ട് ഓരോ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതാണ് എന്റെ റിസൾട്ട്, ഫുള്ള് നെഗറ്റീവ് ആണ്, ഒന്നിലും പോസിറ്റീവ് ഇല്ല, ഞാൻ ഈ പറയുന്ന സാധനങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലൈവായിട്ടും വീഡിയോസ് ഒക്കെ ഒത്തിരി ചെയ്യാറുണ്ട്. അപ്പൊ തൊപ്പി ഇഷ്യൂവില് ഈ പറയുന്ന നമ്മുടെ രമേശ് ചെന്നിത്തല, നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ആദ്യമായിട്ട് കേസ് അനൗൺസ് ചെയ്ത സമയത്ത് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇത് അന്വേഷിക്കാനായിട്ടുള്ള ചുമതല കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം ഈ പറയുന്ന ഈ ഡ്രഗ് യൂസേജും കാര്യങ്ങളൊക്കെ ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവർ അറസ്റ്റ് ചെയ്യുമെന്നും ഈ പറയുന്ന ആഭ്യന്തരമന്ത്രി നേരിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഇത്രയും നാളായി ആ ഒരു കേസ് അനൗൺസ് ചെയ്തതിന് ശേഷം ഇത്രയും നാളായിട്ടും ഇതിന്റെ ഒരു അപ്ഡേഷൻ വീണ്ടും വന്നിട്ടില്ല. അപ്പൊ ഡേ ടു ഡേ ഓരോരോ കണ്ടന്റുകൾ വരുമ്പോൾ നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് കണ്ടന്റ് ചെയ്യാൻ പറ്റാത്തത് ഇപ്പൊ വീട് പണിയും കാര്യങ്ങളൊക്കെ ഇട്ട് കുറച്ച് ഓട്ടത്തിലായതിന്റെ പേരിൽ നമുക്ക് ഇരുന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് സമയം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കണ്ടന്റ് കൃത്യമായിട്ട് ഞാൻ ഫോളോയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഈ ഒരു കേസിന്റെ ഭാഗമായിട്ട് ഷമീർ, നമ്മുടെ സായി കൃഷ്ണ സീക്രട്ട് ഏജന്റിന്റെ പേര് ഇതിനകത്തേക്ക് എടുത്തിട്ട സമയത്ത് അദ്ദേഹം ഇതിനെപ്പറ്റി ചില കാര്യങ്ങൾ അന്വേഷിച്ച് ഒരു വീഡിയോ ആയിട്ട് ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കുറെ കാലമായിട്ട് വിചാരിക്കുന്ന ഒരു കാര്യമാണ് സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ആ ഒരു പേര് പുള്ളിക്ക് എങ്ങനെ കിട്ടിയെന്ന്. പക്ഷെ ഇന്നലത്തെ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ അടിപൊളി. കാരണം ഒരു കേസ് പോലീസുകാർ അനൗൺസ് ചെയ്തൊരു കേസ് അവർക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാനായിട്ട് ഇത്രയും സമയമായി. പക്ഷെ ഒരൊറ്റ വീഡിയോ എന്ന് കിട്ടിയ ചില ഫുട്ടേജസും ചില ക്ലിപ്സും ഒരു കോഡ് നമ്പർ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഈ ഒരു കേസിൽ ഷമീർ ഈ ഒരു ഡ്രഗ് MDMA സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ടെന്നും റിസൾട്ടിൽ കാണിച്ചിരിക്കുന്നത് മുഴുവൻ വ്യാജമായിട്ടുള്ള റിസൾട്ട് ആണെന്നും യഥാർത്ഥ റിസൾട്ടിൽ പോസിറ്റീവ് ആണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഇന്നലത്തെ വീഡിയോയിൽ പ്രൂവ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ആ ഒരു വീഡിയോന്റെ ചെറിയൊരു ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും സീക്രട്ട് ഏജന്റ് എന്തുകൊണ്ടാണ് സായി കൃഷ്ണ പേരിട്ട് വെച്ചിരിക്കുന്നതെന്ന്. ഇവിടെ ഷമീറിന് ഇപ്പോൾ ഉള്ള റിസൾട്ടാണ് ഓണം. ഇത് കാണുമ്പോൾ നമ്മൾ ഞെട്ടും. ഷമീർ ഇസ് ക്ലീൻ, ഷമീർ എല്ലാം നെഗറ്റീവാണ്. ഇതിൽ ഷമീറിൻ്റെ പേരുണ്ട്, 25 ഇയർ മെയിലുണ്ട്, ലാബിൻ്റെ പേരുണ്ട്, ലിയോ ലാബ് കണ്ണൂർ എന്നൊക്കെ ഉണ്ട്. ഇനി ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇതിനകത്ത് ഇത് പിടിച്ചാൽ ഇതിനകത്ത് SID നമ്പർ എന്ന് പറയുന്ന സാധനമുണ്ട്. ഓക്കെ, SID നമ്പർ ഇത് ഈ ടെസ്റ്റിൻ്റെയാണ്. 27/6/2026 ഇവൻ കൊടുത്ത ഇവൻ്റെ യൂറിൻ ടെസ്റ്റിൻ്റെ SID നമ്പറാണിത്. ഈ SID നമ്പർ നിങ്ങൾ എന്ത് ചെയ്യുക അറിയോ, നോട്ട് ചെയ്ത് വെച്ചോ. ഇതാണ് സിമ്പിളായിട്ട് ഈ അടിയിൽ ഇങ്ങനെ നിൽക്കുക സഫാരിയിൽ. എന്നിട്ട് ഇതിങ്ങനെ സ്ക്രോൾ ചെയ്ത് കൊണ്ടുപോയിട്ട് ഈ സ്ഥലത്ത് കൊണ്ടുപോയി വയ്ക്കുക. ഈ SID നമ്പറിൻ്റെ അവിടെ കൊണ്ടുപോയി വയ്ക്കുക. ഇത് ഇവൻ്റെ ഇപ്പോൾ ഉള്ള കറൻ്റ്ലി ഉള്ള സാധനം ഓപ്പൺ ആയതാ. ഈ SID നമ്പർ ഓപ്പൺ ആയതിൻ്റെ ഇവിടെ കൊണ്ടുപോയി വയ്ക്കുക. എന്നിട്ട് ഇതങ്ങോട്ട് ഡിലീറ്റ് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, ഇവിടെ നിങ്ങളിത് ഞാൻ ലൈവായിട്ട് കാണിച്ചാൽ പോകണു. പഴയ ഇവൻ ഫേക്ക് ചെയ്തു നിങ്ങളോട് പറഞ്ഞ SID നമ്പർ 05004061, അതായത് 18/6/2026 ഷമീർ ആദ്യം അപ്ലോഡ് ചെയ്ത ഡ്രഗ് ടെസ്റ്റിൻ്റെ SID നമ്പർ നോട്ട് ചെയ്യുക, 05004061. ഞാൻ അടിയിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഈ SID നമ്പർ നിങ്ങൾ എന്ത് ചെയ്യുക അറിയോ, ഈ SID നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുക. സുക്ര എന്ന് പറഞ്ഞ സൈറ്റിനകത്ത് SID നമ്പർ 05004061, 18/6/2026. ഓക്കെ, സമയമുണ്ട് ഇതിനകത്ത് 1 മണി 50 കഴിഞ്ഞിട്ട് 1:50. ഈ എന്താ പറയുന്നത്, പേര് തടാ, പേര് കാണിക്കുക. ഇത് ഓൻ്റെ തന്നെയല്ലേ, അതായത് ഞാൻ കള്ളത്തരം പറയുന്നൊന്നുമില്ലല്ലോ. ഞാൻ ഓനം എനിക്ക് എന്താ വിചാരിച്ചേ, ഞാൻ ഓന മാതിരി എന്നാ ഓൻ പൊട്ടൻ. ഞാൻ ഷമീറിനെതിരെ അലിഗേഷൻ ഉന്നയിച്ച ഇവൻ തിരുത്തി എന്ന് പറയുന്ന ഇവൻ്റെ 18/6/2026 ഡ്രഗ് ടെസ്റ്റിൻ്റെ റിസൾട്ടാണ് ഇത്. ഞാൻ എന്ത് കിട്ടും നമുക്ക്, ഓൾഡ് റിസൾട്ട്. ഇതിന് റിസൾട്ടിൻ്റെത് ഒന്ന് ഫോക്കസ് ചെയ്യൂ. റിസൾട്ട് ടെട്രാ ഹൈഡ്രോ കാനബിനോൾസ് THC പോസിറ്റീവാണോ? ഈ കാണുന്നത് പോസിറ്റീവാണോ? അല്ലേ, പോസിറ്റീവ് അല്ലേ, തെറ്റല്ലല്ലോ. ഇതാ പോസിറ്റീവ് അല്ല കാണുന്നത്, പോസിറ്റീവാണിതാ. ഓക്കെ, നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ. ഈ പറയുന്ന ഷമീർ തന്റെ റിസൾട്ട് ആയിട്ട് ഓൺലൈൻ മാധ്യമങ്ങളിൽ പ്രചാരിപ്പിച്ചിരിക്കുന്നത് ഫുള്ള് ഈ പറയുന്ന ഫേക്ക് സാധനങ്ങളാണ്.
ഈ പറയുന്ന ഷമീർ ഈ പറയുന്ന ഡ്രഗും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് ഷമീറിന്റെ ഒറിജിനൽ റിസൾട്ട് കണ്ടുപിടിച്ച് അത് ഓൺലൈൻ മീഡിയയിലൂടെ പുറത്തുവിട്ടിരിക്കുകയാണ് സീക്രട്ട് ഏജന്റ്. ആ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് അദ്ദേഹം എങ്ങനെയാണത് കണ്ടുപിടിച്ചതെന്നും എങ്ങനെയാണത് ഏത് സോഴ്സിൽ നിന്നാണ് അത് കിട്ടിയതെന്നും കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഈ ഒരു കേസ് ഇപ്പൊ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഷമീറിനെതിരെയും തൊപ്പിക്കെതിരെയും ഇത്തരത്തിൽ MDMA യൂസേജ്, ഡ്രഗ്, ഇത്തരത്തിലുള്ള കേസുകൾ അനൗൺസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഈ ഒരു കേസും കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്തിട്ട് ഇത്രയും നാളുകളായിട്ടും ഇത് കണ്ടുപിടിക്കാനോ ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനോ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഒന്നും സാധിച്ചില്ലേ? ഈ പറയുന്ന സായി കൃഷ്ണ ഒരു പോലീസുകാരനല്ല, അല്ലെങ്കിൽ ഈ പറയുന്ന സർക്കാർ ബന്ധപ്പെട്ട് യാതൊരു സ്ഥലങ്ങളിലും ഇല്ല. വെറും ഒരു യൂട്യൂബറാണ്. വെറും ഒരു യൂട്യൂബറിന് ഒരു ഫോണും ഒരു ഐപാഡും ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും സാധനങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ ഇതൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇതെനിക്ക് മനസ്സിലാവത്ത്. ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ആദ്യം എന്റെ തോട്ട് പ്രോസസ്സിൽ വന്നൊരു കാര്യമാണ്, വെറും ഒരു ഐപാഡും ഒരു ഫോണും ഉപയോഗിച്ചുകൊണ്ട് ഷമീർ ഈ കഴിഞ്ഞ 18-ാം തീയതി ഇട്ട വീഡിയോയിൽ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ചെറിയൊരു കോഡ് നമ്പറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ ലാബിന്റെ സൈറ്റിൽ കയറി ഈ ഒരു യഥാർത്ഥ റിസൾട്ട് എടുത്തിട്ട് ഈ ഒരു കാര്യം കൃത്യമായിട്ട് പ്രൂവ് ചെയ്തു സീക്രട്ട് ഏജന്റ്. അപ്പോൾ ഒരു സാധാരണ ഒരു പബ്ലിക്കിന് ഇത് സാധിക്കുമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ സിസ്റ്റത്തിന്, നമ്മുടെ പോലീസ് ഓഫീസേഴ്സിനും ഇത് സാധിച്ചില്ല? ഇപ്പോഴെങ്കിലും ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ടൊരു ആക്ഷൻ എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇപ്പൊ ഇത് ഏകദേശം പ്രൂവായി. ഈ പറയുന്ന ഷമീറിന്റെ ഒറിജിനൽ റിസൾട്ട് എടുത്ത് നോക്കിയപ്പോൾ ഡ്രഗ് യൂസ് ചെയ്യുന്നത് പോസിറ്റീവ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ഗ്യാങ്ങിൽപ്പെട്ട പലരും, ഈ പറയുന്ന മമ്മു ആയിക്കോട്ടെ, ജാസി ആയിക്കോട്ടെ, തൊപ്പി ഉൾപ്പെടെയുള്ള എല്ലാവരും, ഈ ഗ്യാങ്ങിൽ ബന്ധപ്പെട്ട എല്ലാവരും ഈ പറയുന്ന സാധനങ്ങളെല്ലാം യൂസ് ചെയ്യാറുണ്ടെന്നും ഇവര് എന്താണ് ഈ സൊസൈറ്റി കൊടുക്കുന്ന മെസ്സേജ്? കുറെ ലക്ഷക്കണക്കിന് രൂപ യൂട്യൂബിൽ വ്യൂസും മേടിച്ച്, അതുപോലെ തന്നെ ഈ പറയുന്ന ജനങ്ങൾ കൊടുക്കുന്ന പൈസ ആയിട്ടുള്ള സൂപ്പർ ചാറ്റും, അല്ലെങ്കിൽ ഇത്തരത്തില് ജിപേയുടെ QR കോഡ് സൈഡിൽ വെച്ചുകൊണ്ട് ലൈവ് ചെയ്തുകൊണ്ട് അതിലൂടെ കിട്ടുന്ന പൈസയും, ഈ ഒരു ഏണിങ്സ് ഒക്കെ ജനങ്ങളുടേത് വാങ്ങിച്ചതിന് ശേഷം ഇവരെന്ത് മെസ്സേജാണ് ഈ ഒരു സൊസൈറ്റിക്ക് കൊടുക്കുന്നത്? അപ്പൊ ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ട് ഒരു ആക്ഷൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും, ഇത് നേരത്തെ ഈ ഒരു കേസ് അനൗൺസ് ചെയ്തിരുന്നതാണ്, പുതിയൊരു കാര്യമൊന്നുമല്ല. ഓൾറെഡി ഇത് അന്വേഷിച്ചുകൊണ്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നുള്ള കാര്യം ഓൾറെഡി അറിയിച്ചിരുന്ന ഒരു കാര്യം തന്നെയാണ്. അത് എത്രമാത്രം കേസാണെന്ന് തൊപ്പിക്കെതിരെ അനൗൺസ് ചെയ്തിരുന്നത്. പോക്സോ കേസ് ഉണ്ടായിരുന്നു, MDMA യൂസേജ്, സെക്ഷൽ ഹറാസ്മെന്റ്, ഓൺലൈൻ മീഡിയാസ് അനാവശ്യമായിട്ടും ഈ പറയുന്ന പോലെ 18+ കണ്ടന്റുകൾ, 18+ കണ്ടന്റ് ടാഗ് ഉപയോഗിക്കാണ്ട് അപ്ലോഡ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി കേസുകളാണ് അന്ന് ചാർത്തിയിരുന്നത്. പക്ഷെ ഇപ്പൊ ഇതൊന്നുമില്ല. ഒരു സാധാരണ മനുഷ്യന് ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിച്ച് അവരുടെ റിസൾട്ടില് ഈ ഒരു ഡ്രഗിന്റെ അംശം അത് പോസിറ്റീവ് ആണെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ സിസ്റ്റത്തിന് സാധിക്കുന്നില്ല? ഇത്തരത്തിലുള്ള ആളുകളെ ഇനിയും ഈ ഒരു സമൂഹത്തിൽ ഇങ്ങനെ ജീവിക്കാനായിട്ട് വിട്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സ്ട്രീം ചെയ്ത് വീഡിയോസ് ഇട്ട് ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് പൈസ സമ്പാദിച്ച് ലാവിഷായിട്ട് ജീവിക്കാനായിട്ട് ഇനിയും വിടാനാണോ ഭാവം? എത്രമാത്രം ആളുകളുടെയൊക്കെ ജീവിതമാണ് ഇവർ കാരണം ഇല്ലാതാവുന്നത്? ഈ പറയുന്നത് പോലെ സെക്ഷൽ ഹറാസ്മെന്റ്, ഈ പറയുന്ന പോലെ ചെറിയ കുട്ടികളാണ് ഇവരുടെ വീഡിയോസ് ഒക്കെ ഏറ്റവും കൂടുതൽ കാണുന്നത്. സ്കൂളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന പിള്ളേരൊക്കെയാണ് ഇവരുടെ വീഡിയോസ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ഈ ഒരു വീഡിയോയിലൂടെ 18+ കണ്ടന്റ് ടാഗ് ഉപയോഗിക്കാതെ ഇവർ അപ്ലോഡ് ചെയ്യുന്ന പല വീഡിയോസും ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ്. ഈ പറയുന്നത് പോലെ 18+ ടാഗ് ഉപയോഗിക്കാതെ പല പല സെക്ഷൽ ആയിട്ടുള്ള പല പല വീഡിയോസും ഇവരുടെ ഈ പറയുന്ന ഓൺലൈൻ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഷമീർ തൊപ്പിക്കെതിരെയും തൊപ്പി ഷമീറിനെതിരെയും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കാണുന്ന ചെറിയ ചെറിയ പിള്ളേര് എന്താണ് ഇവരിലൂടെ മനസ്സിലാക്കേണ്ടത്? അതുപോലെ തന്നെ ഒത്തിരി പേര് കഷ്ടപ്പാട് കഴിച്ച് പണിയെടുത്തുണ്ടാക്കുന്ന പൈസ ഇവർക്ക് സൂപ്പർ ചാറ്റ് ചെയ്തും ഇവർക്ക് അയച്ചും കൊടുത്ത് അവരും അതിലൂടെ ഒരു സന്തോഷം കണ്ടെത്തുന്നു. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ സൊസൈറ്റിക്ക് വളരെ മോശമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ എത്രയും പെട്ടെന്ന് ഇവരെ ചാനൽ ഉൾപ്പെടെ ടേക്ക് ഡൗൺ ചെയ്യണമെന്ന് പറയാനുള്ളത്. തൊപ്പി എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ എന്ത് കാര്യത്തിന്, അല്ലെങ്കിൽ എത്ര പൈസ മുടക്കാനും തൊപ്പിയുടെ കയ്യിലുണ്ട്. തൊപ്പി തന്നെ എല്ലാ വീഡിയോസിലും പറയുന്ന ഒരു കാര്യമാണ്, എന്റെ കയ്യിൽ കോടിക്കണക്കിന് രൂപയുണ്ട്, എന്ത് വേണമെങ്കിലും ചെയ്യാനായിട്ട് പറ്റുമെന്ന്. അപ്പൊ ഇത്രയും പൈസ ഇവർ സമ്പാദിച്ചത് എങ്ങനെയാണ്? ഈ ഡ്രഗും ഇതൊക്കെ യൂസ് ചെയ്യുന്നവര് ഈ ഒരു പൈസ നേർവഴിക്ക് സമ്പാദിച്ചതായിരിക്കും. ഇവരുടെ ഫിനാൻഷ്യൽ സോഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നോക്കിയിട്ട് ഈ പറയുന്ന ഡ്രഗ് അല്ലെങ്കിൽ ഈ പറയുന്ന സെക്ഷൽ ഹറാസ്മെന്റ്, 18+ കണ്ടന്റ് ടാഗ് ഉപയോഗിക്കാതെ വീഡിയോസ് അപ്ലോഡ് ചെയ്യല്, ഇതൊക്കെ മാനിച്ചുകൊണ്ട് ഇവർക്കെതിരെ കൃത്യമായിട്ട് നമ്മുടെ സിസ്റ്റം, നമ്മുടെ പോലീസ് ഓഫീസേഴ്സ് കൃത്യമായിട്ടൊരു ആക്ഷൻ എടുക്കണമെന്ന് ഒരു ഓൺലൈൻ മീഡിയ യൂസ് ചെയ്യുന്ന വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ജനങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്